ഹായ് ഓൾ, ACUR എക്സാംസിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ ബിസിനസ് എക്കണോമിക്സിൻ്റെ 4th മൊഡ്യൂളിൻ്റെ ഒരു ടോപ്പിക്ക്, ദാറ്റ് ഈസ് മാക്രോ എക്കണോമിക് പോളിസീസ് എന്ന് പറഞ്ഞ ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. മാക്രോ എക്കണോമിക് പോളിസീസ് ഇൻക്ലൂഡ്സ് മെയിൻലി ഫിസ്ക്കൽ പോളിസി ആൻഡ് മോണിറ്ററി പോളിസി. മാക്രോ എക്കണോമിക് പോളിസി എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് 2 ടൈപ്പ് ഓഫ് പോളിസികളാണ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. ഒന്ന് ഫിസ്ക്കൽ പോളിസിയും അതുപോലെ തന്നെ മോണിറ്ററി പോളിസിയും. അപ്പോൾ ഈ വീഡിയോയിൽ മുഴുവനായിട്ട് നമ്മൾ എന്താണ് ഫിസ്ക്കൽ പോളിസി എന്നും എന്താണ് മോണിറ്ററി പോളിസി എന്നും അതിൽ വരുന്ന ടൂൾസ് എന്തൊക്കെയാണെന്നാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ ആദ്യം തന്നെ എന്താണ് ഫിസ്ക്കൽ പോളിസി എന്ന് നോക്കാം. ഫിസ്ക്കൽ പോളിസി മീൻസ് ദ യൂസ് ഓഫ് ടാക്സേഷൻ ആൻഡ് പബ്ലിക് എക്സ്പെൻഡിച്ചർ ബൈ ദ ഗവൺമെൻറ് ഫോർ സ്റ്റെബിലൈസേഷൻ ഓർ ഗ്രോത്ത് ഓഫ് ദി ഇക്കണോമി. ഒരു ഇക്കണോമിയുടെ ഗ്രോത്തിന് വേണ്ടിയിട്ട് ആ രാജ്യത്തെ ഗവൺമെൻറ് ടാക്സേഷനും പബ്ലിക് എക്സ്പെൻഡിച്ചറും തുടങ്ങിയ ടൂളുകൾ യൂസ് ചെയ്തിട്ട് ഇക്കണോമിയുടെ ഗ്രോത്തിനെ സ്റ്റെബിലൈസ് ചെയ്യുന്ന, അല്ലെങ്കിൽ എക്കണോമിയെ സ്റ്റെബിലൈസ് ചെയ്യുകയോ എക്കണോമിനെ ഗ്രോത്തിലേക്ക് നയിക്കുകയോ ചെയ്യുന്ന ആ പ്രോസസ്സിനെയാണ്, അല്ലെങ്കിൽ അതിനെയാണ് ഫിസ്ക്കൽ പോളിസീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഫിസ്ക്കൽ പോളിസീസ് ആർ ദ പോളിസീസ് ഓഫ് ദ ഗവൺമെൻറ്. ഒരു രാജ്യത്തിൻ്റെ ഗവൺമെൻറ്റിൻ്റെ പോളിസികളെയാണ് ഫിസ്ക്കൽ പോളിസി എന്ന് പറയുന്നത്. ഗവൺമെൻറ്റിന് പറ്റുന്ന ടൂളുകളെല്ലാം, ദാറ്റ് ഈസ് ബഡ്ജറ്റ് ആവാം, ടാക്സേഷൻ ആവാം, പബ്ലിക് എക്സ്പെൻഡിച്ചർ ആവാം, ഇതൊക്കെ യൂസ് ചെയ്തിട്ട് ആ ഇക്കണോമിയെ സ്റ്റെബിലൈസ് ചെയ്യാനോ അല്ലെങ്കിൽ ഇക്കണോമിയുടെ ഗ്രോത്തിന് വേണ്ടിയിട്ടോ ചെയ്യുന്ന കാര്യങ്ങളെയാണ് ഫിസ്ക്കൽ പോളിസി എന്ന് പറയുന്നത്. ഇനി ഫിസ്ക്കൽ പോളിസിയിലെ ടൂൾസ് അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻറ്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫിസ്ക്കൽ പോളിസിയിലെ മെയിൻ ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറയുന്നത് ബഡ്ജറ്റ്, ടാക്സേഷൻ, പബ്ലിക് എക്സ്പെൻഡിച്ചർ, പബ്ലിക് ഡെഫിസിറ്റ് ഫിനാൻസിങ്, ഇങ്ങനെ 5 ടൂൾസ് ആണുള്ളത്. അപ്പം ഓരോന്നും നമുക്ക് നോക്കാം. ബഡ്ജറ്റ് എന്താണ്? എല്ലാവർക്കും ബഡ്ജറ്റ് എന്താണെന്ന് അറിയാമല്ലോ. ഇറ്റ് ഈസ് എ ഫിനാൻഷ്യൽ ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ ഫിസ്ക്കൽ പോളിസീസ് ഓഫ് ദ ഗവൺമെൻറ്. ഇറ്റ് ഈസ് എക്സൈസ്ഡ് കൺട്രോൾ ഓവർ സൈസ് ആൻഡ് റിലേഷൻഷിപ്പ് ഓഫ് ഗവൺമെൻറ് റിസീപ്റ്റ്സ് ആൻഡ് എക്സ്പെൻഡിച്ചർ. അതായത് ഗവൺമെൻറ്റിൻ്റെ വരുമാനം, അതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ ചെലവുകൾ, ഇതെല്ലാം കൂടെ കാണിക്കുന്നതാണ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഗവൺമെൻറ്റിൻ്റെ ഫിനാൻഷ്യൽ ഡിസ്ക്രിപ്ഷൻ, അല്ലെങ്കിൽ ആ ഫിനാൻസ് ഒരു ഗവൺമെൻറ് ഏതൊക്കെ രീതിയിലാണ് യൂസ് ചെയ്യുന്നത് എന്ന് കാണിക്കുന്നതാണ് ഈ ബഡ്ജറ്റ് എന്ന് പറയുന്നത്. സോ ബഡ്ജറ്റ് ഈ ഫിസ്ക്കൽ പോളിസിയുടെ ഒരു ടൂളാണ്. നെക്സ്റ്റ് വണ്ണാണ് ടാക്സേഷൻ. ടാക്സേഷൻ ഫിസ്ക്കൽ പോളിസിയിലെ ഒരു പവർഫുൾ ആയിട്ടുള്ള ഇൻസ്ട്രുമെൻ്റ് ആണ്. ടാക്സ് എന്ന് പറയുമ്പം ഗവൺമെൻറ്റിന് കിട്ടുന്ന, ഏറ്റവും കൂടുതലായിട്ട് കിട്ടുന്ന ഒരു റവന്യൂ ജനറേറ്റ് ചെയ്യുന്ന ഒരു ഏരിയയാണ് ടാക്സേഷൻ. അപ്പോൾ അത് പബ്ലിക്കിൻ്റെ ബെനിഫിറ്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. നെക്സ്റ്റ് വണ്ണാണ് പബ്ലിക് എക്സ്പെൻഡിച്ചർ. പബ്ലിക് എക്സ്പെൻഡിച്ചർ എന്ന് പറയുമ്പോൾ ഗവൺമെൻറ് പബ്ലിക്കിന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നതിനാണ് പബ്ലിക് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. നേരത്തെ ടാക്സേഷൻ എന്ന് പറയുമ്പോൾ ഗവൺമെൻറ്റിന് കിട്ടുന്ന റവന്യൂ ആയിരുന്നു. ഓക്കെ, അപ്പോൾ ടാക്സേഷൻ യൂസ് ചെയ്യുമ്പോൾ എങ്ങനെയാണ്? റിസഷൻ്റെ സമയത്ത്, അല്ലെങ്കിൽ ഡിപ്രഷൻ്റെ സമയത്ത്, അല്ലെങ്കിൽ ഡിഫ്ലേഷൻ്റെ സമയത്ത് ഗവൺമെൻറ് ടാക്സിൻ്റെ റേറ്റ് കുറയ്ക്കും. എന്നാൽ അതേസമയം ഇൻഫ്ലേഷനാണ് എക്കണോമിയിലെങ്കിൽ ടാക്സ് റേറ്റ് കൂട്ടും. അങ്ങനെയാണ് ഗവൺമെൻറ് എക്കണോമീനെ കൺട്രോൾ ചെയ്യുന്നത്, എക്കണോമിയിലെ മണി കൺട്രോൾ ചെയ്യുന്നത്. നെക്സ്റ്റ് വണ്ണാണ് പബ്ലിക് എക്സ്പെൻഡിച്ചർ. ഇപ്പോൾ പറഞ്ഞതാണ് എന്താണ് പബ്ലിക് എക്സ്പെൻഡിച്ചർ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ദ എക്സ്പെൻസ് which the government incurs for maintaining itself as well as the economy as a whole. ഗവൺമെൻറ്റിൻ്റെ നിലനിൽപ്പിനും ആ രാജ്യത്തിൻ്റെ നിലനിൽപ്പിനും വേണ്ടി ഗവൺമെൻറ് സ്പെൻഡ് ചെയ്യുന്ന പൈസയാണ് പബ്ലിക് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, കൂടുതൽ പ്രൊഡക്റ്റീവായിട്ട്, അല്ലെങ്കിൽ ഇക്കണോമിയിലെ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒക്കെ ഗവൺമെൻറ് സ്പെൻഡ് ചെയ്യുന്ന ചിലവുകളെയാണ് പബ്ലിക് എക്സ്പെൻഡിച്ചറായിട്ട് പറയുന്നത്. നെക്സ്റ്റ് വണ്ണാണ് പബ്ലിക് ഡെപ്റ്റ്. പബ്ലിക് ഡെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് സിംപ്ലി മീൻസ് ഗവൺമെൻറ് ബോറോയിങ്സ്. ഗവൺമെൻറ് പലയിടത്തു നിന്നായിട്ട് ബോറോ ചെയ്യുന്ന, അല്ലെങ്കിൽ ലോൺ എടുക്കുന്ന, അതിനെയാണ് പബ്ലിക് ഡെപ്റ്റ് എന്ന് പറയുന്നത്. പബ്ലിക് ഡെപ്റ്റ് ഈസ് എ ഗുഡ് ഫിസിക്കൽ വെപ്പൺ ടു ഫൈറ്റ് അഗെയിൻസ്റ്റ് ഇൻഫ്ലേഷൻ ആൻഡ് ഡിഫ്ലേഷൻ. ഡിഫ്ലേഷൻ സമയത്ത് അതിനെതിരെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ്റിൻ്റെ കയ്യിലുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടൂളാണ് പബ്ലിക് ഡെറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വണ്ണാണ് ഡെഫിസിറ്റ് ഫിനാൻസിങ്. ഡെഫിസിറ്റ് ഫിനാൻസിങ് എന്ന് പറയുമ്പം when the government expenditure exceeds the government revenue. ഗവൺമെൻറ്റിൻ്റെ എക്സ്പെൻഡിച്ചർ ഗവൺമെൻറ്റിൻ്റെ റവന്യൂവിനേക്കാൾ കൂടുതലാകുമ്പോൾ ഡെഫിസിറ്റ് എന്നുള്ളൊരു സിറ്റുവേഷനിലോട്ട് പോകും. അപ്പോഴാണ് ഡെഫിസിറ്റ് ഫിനാൻസിങ് വേണ്ടി വരുന്നത്. ഡെഫിസിറ്റ് ഫിനാൻസിങ് ഇൻവോൾവ്സ് either withdrawing cash balances held in the central bank or by borrowing from the central bank. അതായത് ഗവൺമെൻറ്റിൻ്റെ അടുത്ത പൈസ കുറവാണ്, വരവിനേക്കാൾ കൂടുതൽ ചിലവായി പോകുന്ന കേസിൽ ഒന്നെങ്കിൽ ഗവൺമെൻറ് എന്ത് ചെയ്യും? സെൻട്രൽ ബാങ്കിൻ്റെ കയ്യിൽ ഗവൺമെൻറ്റിൻ്റെ ഡെപ്പോസിറ്റ്സ് ഉണ്ടെങ്കിൽ അത് വിഡ്രോ ചെയ്യും, ഇല്ലെങ്കിൽ സെൻട്രൽ ബാങ്കിൻ്റെ അടുത്ത് നിന്ന് ലോൺ എടുക്കും. ഇതിനാണ് ഡെഫിസിറ്റ് ഫിനാൻസിങ് എന്ന് പറയുന്നത്. അതായത് ഗവൺമെൻറ് ഡിഫിക്കൽട്ട് സിറ്റുവേഷനിൽ ഗവൺമെൻറ് ഫണ്ട് റേസ് ചെയ്യുന്ന ഒരു ടൂൾ കൂടിയാണ് ഡെഫിസിറ്റ് ഫിനാൻസിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഫിസിക്കൽ പോളിസിയുടെ ഇൻസ്ട്രുമെൻറ്റ്സ് അല്ലെങ്കിൽ ടൂൾസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വണ്ണാണ് മോണിറ്ററി പോളിസി. അതായത് മാക്രോ എക്കണോമിക് പോളിസിയിൽ ഒരു പോളിസിയാണ് ഫിസിക്കൽ പോളിസി. ദാറ്റ് ഈസ് ദ പോളിസി ഓഫ് ദ ഗവൺമെൻറ് ഓഫ് എ കൺട്രി. ഒരു രാജ്യത്തിൻ്റെ ഗവൺമെൻറ്റിൻ്റെ പോളിസിയായിരുന്നു ഫിസിക്കൽ പോളിസി. ഇനി എന്താണ് മോണിറ്ററി പോളിസി എന്ന് നോക്കാം.
മോണിറ്ററി പോളിസി എന്ന് പറയുന്നത് ഒരു രാജ്യത്തെ സെൻട്രൽ ബാങ്ക് ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന പോളിസികളാണ് മോണിറ്ററി പോളിസി എന്ന് പറയുന്നത്. ആക്ച്വലി ഗവൺമെൻറ്റിന് വേണ്ടി അല്ലെങ്കിൽ ഗവൺമെൻറ് ത്രൂ സെൻട്രൽ ബാങ്കിലൂടെ പബ്ലിക്കിലേക്ക് അല്ലെങ്കിൽ ഇക്കണോമിയിലേക്ക് ഇറങ്ങി ചെല്ലുന്ന പോളിസികളെയാണ് മോണിറ്ററി പോളിസി എന്ന് പറയുന്നത്. മോണിറ്ററി പോളിസി റെഫേഴ്സ് ടു ടൂൾസ് യൂസ്ഡ് ബൈ ദ ഗവൺമെൻറ് ത്രൂ ദ സെൻട്രൽ ബാങ്ക് ടു കൺട്രോൾ ദ സപ്ലൈ ഓഫ് മണി. എക്കണോമിയിലെ മണി സപ്ലൈ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഗവൺമെൻറ് സെൻട്രൽ ബാങ്കിലൂടെ നടത്തുന്ന പ്രവർത്തനങ്ങളെയാണ് മോണിറ്ററി പോളിസി എന്ന് പറയുന്നത്. ഈ മോണിറ്ററി പോളിസി അല്ലെങ്കിൽ ടൂൾസ് ഓഫ് മോണിറ്ററി പോളിസി ക്വാണ്ടിറ്റേറ്റീവ് ഉണ്ട്, ക്വാളിറ്റേറ്റീവ് ഉണ്ട്. സോ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് എന്നും ക്വാളിറ്റേറ്റീവ് ടെക്നിക്സ് എന്നും പറഞ്ഞ 2 കാറ്റഗറി ആയിട്ട് ഇതിനെ തിരിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് നോക്കാം. ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് 4 എണ്ണമാണുള്ളത്. ദാറ്റ് ഈസ് ബാങ്ക് റേറ്റ്, ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ, ചേഞ്ച് ഇൻ ക്യാഷ് റിസർവ് റേഷ്യോ, ചേഞ്ച് ഇൻ സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ. ഇപ്പോൾ ഇതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വണ്ണാണ് ബാങ്ക് റേറ്റ് അല്ലെങ്കിൽ ബാങ്ക് റേറ്റ് പോളിസി. ബാങ്ക് റേറ്റ് എന്ന് പറഞ്ഞാൽ കൊമേഴ്ഷ്യൽ ബാങ്കുകൾക്ക് ചില സമയത്ത് സെൻട്രൽ ബാങ്കിൻ്റെ അടുത്ത് നിന്ന് പൈസ ബോറോ ചെയ്യേണ്ടി വരും. ഓക്കെ, അല്ലെങ്കിൽ ബോറോ ചെയ്യാം. സോ വെൻ കൊമേഴ്ഷ്യൽ ബാങ്ക്സ് നീഡ്സ് ക്യാഷ് ദേ ക്യാൻ ബോറോ ഫ്രം ദ സെൻട്രൽ ബാങ്ക്. സോ എങ്ങനെയാണ് ബോറോ ചെയ്യുക? ദേ ക്യാൻ ബോറോ മണി ബൈ റീഡിസ്കൗണ്ടിങ് ദെയർ ബിൽസ് വിത്ത് സെൻട്രൽ ബാങ്ക് ഓർ ബൈ ടേക്കിംഗ് ലോൺസ് ഓൺ അപ്രൂവ്ഡ് സെക്യൂരിറ്റീസ്. ഒന്നെങ്കിൽ ബില്ലുകൾ റീഡിസ്കൗണ്ട് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ സെക്യൂരിറ്റി വെച്ചുകൊണ്ടോ സെൻട്രൽ ബാങ്കിൻ്റെ അടുത്തുനിന്ന് കൊമേഴ്ഷ്യൽ ബാങ്ക് ക്യാഷ് ബോറോ ചെയ്യും. സോ ആ ക്യാഷ് ബോറോ ചെയ്യുമ്പം സെൻട്രൽ ബാങ്ക് അതിനൊരു ഇൻട്രസ്റ്റ് റേറ്റ്, ഒരു റേറ്റ് ഫിക്സ് ചെയ്യും. ആ റേറ്റിനെയാണ് ബാങ്ക് റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇതെങ്ങനെയാണ് എക്കണോമിയിലെ മണീനെ കൺട്രോൾ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ഇൻഫ്ലേഷൻ ടൈമിലാണെങ്കിൽ, ഇൻഫ്ലേഷൻ ടൈം എന്ന് പറയുമ്പം മണി സർക്കുലേഷൻ കൂടുതലായിരിക്കും ഇക്കണോമിയിൽ. അപ്പം മണി സർക്കുലേഷൻ കുറയ്ക്കുക വേണ്ടത്. കുറയ്ക്കണമെങ്കിൽ ബാങ്കുകളിൽ നിന്ന് ആൾക്കാരിലേക്ക് എത്തുന്ന പൈസ കുറയ്ക്കണം. അപ്പോൾ എന്ത് ചെയ്യും? ഈ ബാങ്ക് റേറ്റ് റിസർവ് ബാങ്ക് കൂട്ടും. ബാങ്ക് റേറ്റ് കൂട്ടുമ്പോൾ റിസർവ് ബാങ്കിൻ്റെ അടുത്തുനിന്ന് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ബോറോ ചെയ്യുന്നത് കുറയ്ക്കും. കാരണം കൂടുതൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് അത് കുറയും. അങ്ങനെ കുറയുമ്പോൾ കൊമേഴ്ഷ്യൽ ബാങ്കുകളുടെ അടുത്ത് പൈസ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ പബ്ലിക്കിലേക്ക് പൈസ എത്തുന്നതും കുറയും. നേരെ തിരിച്ച് ഡിഫ്ലേഷൻ്റെ സമയത്താണെങ്കിൽ ആൾക്കാരുടെ അടുത്ത് നിന്ന് പൈസയില്ല, എക്കണോമിയിൽ പൈസയുടെ കുറവാണെങ്കിൽ എന്ത് ചെയ്യും? റിസർവ് ബാങ്ക് ഈ ബാങ്ക് റേറ്റ് കുറയ്ക്കും. അപ്പം കൊമേഴ്ഷ്യൽ ബാങ്ക്സ് എല്ലാം കൂടുതലായിട്ട് റിസർവ് ബാങ്കിൻ്റെ അടുത്ത് നിന്ന് പൈസ ബോറോ ചെയ്യും. അങ്ങനെ ഈ മണി എക്കണോമിയിലേക്ക് സർക്കുലേറ്റ് ആവും. അങ്ങനെയാണ് ബാങ്ക് റേറ്റ് യൂസ് ചെയ്തിട്ട് മണി സർക്കുലേഷൻ ഇൻ ആൻ എക്കണോമി കൺട്രോൾ ചെയ്യുന്നത്. നെക്സ്റ്റ് വണ്ണാണ് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ്. ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ് റെഫേഴ്സ് ടു ദ പർച്ചേസ് ആൻഡ് സെയിൽ ഓഫ് സെക്യൂരിറ്റീസ് ബൈ സെൻട്രൽ ബാങ്ക് ഇൻ ദ ഓപ്പൺ മാർക്കറ്റ്. അതായത് സെൻട്രൽ ബാങ്ക് ഷെയർസ് വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. ഇനി ഇതെങ്ങനെയാണ് എക്കണോമിയിലെ മണി കൺട്രോൾ ചെയ്യുന്നത് നോക്കാം. ഇൻ കേസ് ഓഫ് ഇൻഫ്ലേഷൻ്റെ സമയത്താണെങ്കിൽ ഇക്കണോമിയിൽ മണി സർക്കുലേഷൻ കൂടുതലായിരിക്കും. അപ്പോൾ അത് നമുക്ക് കുറയ്ക്കുകയാണ് ചെയ്യേണ്ടത്. സെൻട്രൽ ബാങ്കിൻ്റെ ഉദ്ദേശം മണി സർക്കുലേഷൻ കുറയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ എന്ത് ചെയ്യും? സെൻട്രൽ ബാങ്ക് കയ്യിലിരിക്കുന്ന ഷെയർസ് ആൻഡ് സെക്യൂരിറ്റീസ് വിൽക്കും. അങ്ങനെ വിൽക്കുമ്പം എക്കണോമിയിലുള്ള പൈസ കൂടുതലായിട്ട് സെൻട്രൽ ബാങ്കിൻ്റെ കയ്യിലേക്ക് എത്തും. നേരെ തിരിച്ച് ഡിഫ്ലേഷൻ്റെ സമയത്താണെങ്കിൽ കൂടുതൽ മണി എന്ത് ചെയ്യണം? മാർക്കറ്റിലേക്ക് ഇഞ്ചെക്റ്റ് ചെയ്യേണ്ട സമയമാണ്. ആ സമയത്ത് സിറ്റുവേഷനിൽ റിസർവ് ബാങ്ക്, അതായത് ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് ഷെയർസോ സെക്യൂരിറ്റീസോ ഒക്കെ പർച്ചേസ് ചെയ്യും. അങ്ങനെ റിസർവ് ബാങ്ക് തിരിച്ചപ്പം പൈസ കൊടുക്കുന്ന സമയത്ത് മണി സർക്കുലേഷൻ ഇക്കണോമിയിലേക്ക് എത്തും. ഇതാണ് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ദ പർച്ചേസ് ആൻഡ് സെയിൽ ഓഫ് സെക്യൂരിറ്റീസ് ബൈ സെൻട്രൽ ബാങ്ക് ഇൻ ദ ഓപ്പൺ മാർക്കറ്റ്. തേർഡ് വണ്ണാണ് ക്യാഷ് റിസർവ് റേഷ്യോ. റിസർവ് റേഷ്യോ എന്ന് പറഞ്ഞാൽ എല്ലാ കൊമേഴ്ഷ്യൽ ബാങ്ക്സും അവരുടെ നെറ്റ് ഇൻകത്തിൻ്റെ ഒരു സെർട്ടൈൻ പെർസെൻറ്റേജ് സെൻട്രൽ ബാങ്കിൽ കീപ്പ് ചെയ്യണം. അവരുടെ ഡെപ്പോസിറ്റിൻ്റെ അവരുടെ ടോട്ടൽ ഡെപ്പോസിറ്റിൻ്റെ സെർട്ടൈൻ പെർസെൻറ്റേജ് സെൻട്രൽ ബാങ്കിൽ കീപ്പ് ചെയ്യണം. അത് എത്ര പെർസെൻറ്റേജാണ്? ആ ഒരു റേറ്റിനെയാണ് ക്യാഷ് റിസർവ് റേഷ്യോ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇക്കണോമിയിൽ മണി സർക്കുലേഷൻ കൂടുതലാണ്. ഇൻഫ്ലേഷൻ സമയത്താണെങ്കിൽ ഈ ക്യാഷ് റിസർവ് റേഷ്യോ കൂട്ടും. അപ്പോൾ എന്ത് ചെയ്യും? കൂടുതൽ എമൗണ്ട് ഓഫ് ക്യാഷ് സെൻട്രൽ ബാങ്കിൽ കീപ്പ് ചെയ്യേണ്ടി വരും. അപ്പോൾ കൊമേഴ്ഷ്യൽ ബാങ്കിൻ്റെ അടുത്ത് പൈസ ഉണ്ടാവില്ല അധികം. അതുകൊണ്ട് തന്നെ അവർ ലോൺ കൊടുക്കുന്നത് കുറയ്ക്കും. അതേസമയം ഡിഫ്ലേഷൻ്റെ കേസിലാണെങ്കിൽ ക്യാഷ് റിസർവ് റേഷ്യോ കുറയും. നെക്സ്റ്റ് വണ്ണാണ് ചേഞ്ച് ഇൻ സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ അല്ലെങ്കിൽ SLR എന്ന് പറയും. SLR എന്ന് പറഞ്ഞാൽ കൊമേഴ്ഷ്യൽ ബാങ്ക്സ് അവരുടെ കയ്യിൽ തന്നെ ലിക്വിഡ് ഫോമിൽ കുറച്ച് എമൗണ്ട് ഓഫ് അസറ്റ്സ് കീപ്പ് ചെയ്യേണ്ടി വരും. ഓക്കെ, അതിനെയാണ് സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ അല്ലെങ്കിൽ SLR എന്ന് പറയുന്നത്. ലിക്വിഡ് അസറ്റ്സ് എന്ന് പറയുമ്പോൾ അത് ക്യാഷ് റിസർവ് ആവാം, ഗോൾഡ് ആവാം, ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ആവാം, ഏത് രീതിയിൽ വേണമെങ്കിലും ആവാം.
ഓക്കെ, അത് എത്ര റേറ്റിലാണ് വെക്കേണ്ടത് എന്ന്, അല്ലെങ്കിൽ ഏത് റേഷ്യോയിലാണ് വെക്കേണ്ടത് എന്ന് തീരുമാനിക്കുന്നത് സെൻട്രൽ ബാങ്കാണ്. അപ്പോൾ ഇൻഫ്ലേഷൻ്റെ സമയത്ത് ഈ റേറ്റ് കൂട്ടും, ഡിഫ്ലേഷൻ്റെ സമയത്ത് ഈ റേഷ്യോ കുറയ്ക്കും. അങ്ങനെയാണ് SLR കുറയ്ക്കും. ഇൻഫ്ലേഷൻ്റെ സമയത്ത് കൂടും, ഡിഫ്ലേഷൻ്റെ സമയത്ത് SLR കുറയ്ക്കും. സോ ഇങ്ങനെ സെൻട്രൽ ബാങ്ക് കൊമേഴ്ഷ്യൽ ബാങ്കുകളിലൂടെ ഇക്കണോമിയിലെ മണി കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ, ഈ 4 ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ക്വാളിറ്റേറ്റീവ് ടെക്നിക്സ് ഉണ്ട്. ക്വാളിറ്റേറ്റീവ് ടെക്നിക്സ് എന്ന് പറയുന്നത് ഒന്ന് റാഷനിങ് ഓഫ് ക്രെഡിറ്റ്, നെക്സ്റ്റ് വൺ ചേഞ്ചിങ് മാർജിൻ റിക്വയർമെൻറ്റ്സ്, നെക്സ്റ്റ് റെഗുലേഷൻ ഓഫ് കൺസ്യൂമർ ക്രെഡിറ്റ്, നെക്സ്റ്റ് വൺ കമ്പല്ലിങ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ടു ടേക്ക് മെഷേഴ്സ് ഫ്രം ടൈം ടു ടൈം ആസ് പെർ ദ ഡയറക്ഷൻസ് ഓഫ് ദ സെൻട്രൽ ബാങ്ക്, നെക്സ്റ്റ് വൺ ആണ് ഡയറക്റ്റ് ആക്ഷൻ. ഇങ്ങനെ 5 ക്വാളിറ്റേറ്റീവ് ടെക്നിക്സ് ഉണ്ട്. ആദ്യത്തെ എന്താണ് റാഷനിങ് ഓഫ് ക്രെഡിറ്റ് എന്ന് പറയുന്നത്? റാഷനിങ് ഓഫ് ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ ലോൺ ആവശ്യപ്പെട്ട് വന്നാലും കൊടുക്കാത്ത അവസ്ഥ. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൂട്ടിയിട്ടും ലോൺ എത്ര റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൂട്ടുന്നതിനേക്കാൾ ലോൺ ആവശ്യപ്പെട്ടാലും അതിനനുസരിച്ചിട്ട് കൊടുക്കാത്ത ഒരവസ്ഥ, ആ ഒരു സിറ്റുവേഷനാണ് റാഷനിങ് ഓഫ് ക്രെഡിറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ആണ് ചേഞ്ചിങ് മാർജിൻ റിക്വയർമെൻറ്റ്സ്. ഈ മാർജിൻ റിക്വയർമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ലോൺസ് ഒക്കെ എടുക്കേണ്ട സമയത്ത് കൊളാട്രൽ സെക്യൂരിറ്റി ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഈടൊക്കെ വെക്കേണ്ടി വരും. അപ്പോൾ അതിനെയാണ് മാർജിൻ റിക്വയർമെൻറ്റ് എന്ന്. അത് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്നതാണ് ചേഞ്ചിങ് മാർജിൻ റിക്വയർമെൻറ്റ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വണ്ണാണ് റെഗുലേഷൻ ഓഫ് കൺസ്യൂമർ ക്രെഡിറ്റ്. കൺസ്യൂമേഴ്സിന് അല്ലെങ്കിൽ കൺസ്യൂമർ ക്രെഡിറ്റ് കൊടുക്കുന്നത് റെഗുലേറ്റ് ചെയ്യുക, കൂട്ടുക, കുറയ്ക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാം. നെക്സ്റ്റ് വണ്ണാണ് കൊമേഴ്ഷ്യൽ ബാങ്കുകളെ RBI ഡയറക്ഷൻ അനുസരിച്ചിട്ട് RBI പറയുന്ന പോലെ ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ മെഷേഴ്സും കൊമേഴ്ഷ്യൽ ബാങ്കുകളെ കമ്പൽ ചെയ്യിപ്പിക്കുന്നത്. നെക്സ്റ്റ് വണ്ണാണ് ഡയറക്റ്റ് ആക്ഷൻ. ഇൻ കേസ് സെൻട്രൽ ബാങ്ക് പറയുന്ന ഈ കാര്യങ്ങളൊന്നും കൊമേഴ്ഷ്യൽ ബാങ്ക് ചെയ്തില്ലെങ്കിൽ സെൻട്രൽ ബാങ്ക് ഡയറക്റ്റായിട്ട് കൊമേഴ്ഷ്യൽ ബാങ്കുകളുടെ മേലെ ആക്ഷൻസ് എടുക്കും. സോ ഇതൊക്കെയാണ് ക്വാളിറ്റേറ്റീവ് മെഷേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ മോണിറ്ററി പോളിസി ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന ആരാണ്? സെൻട്രൽ ബാങ്കാണ്. ഗവൺമെൻറ്റിന് വേണ്ടി സെൻട്രൽ ബാങ്ക് ചെയ്യുന്ന പോളിസികളാണ് മോണിറ്ററി പോളിസീസ് എന്ന് പറയുന്നത്. ഇതെല്ലാം കൊമേഴ്ഷ്യൽ ബാങ്കുകളിലൂടെ ആയിരിക്കും ഇക്കണോമിയിലേക്ക് മണി സർക്കുലേഷൻ കൺട്രോൾ ചെയ്യുന്നത്. സോ അതിനുള്ള ടെക്നിക്സ് ആണ് 2 രീതിയിലുണ്ട്, ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ് ടെക്നിക്സ്. ഈ ടോപ്പിക്ക് മാക്രോ ഇക്കണോമിക് പോളിസീസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഈ പോയിൻറ്റ്സ് എല്ലാം ഫിസിക്കൽ പോളിസിയും മോണിറ്ററി പോളിസിയും അതിലെ ക്വാണ്ടിറ്റേറ്റീവും ക്വാളിറ്റേറ്റീവ് ടെക്നിക്സും മസ്റ്റായിട്ടും പഠിച്ചിരിക്കണം. ഓക്കെ, CRR, SLR, ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ, ബാങ്ക് റേറ്റ്, അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് മാത്രമായിട്ടും ചിലപ്പം ചോദിക്കാം. എന്താണ് ബാങ്ക് റേറ്റ്, എന്താണ് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ, ഇത് ഓരോന്നായിട്ടും ചിലപ്പം ചോദിക്കാം. എന്നാൽ ഇതൊരു എസ്സേ പോലെ മുഴുവനായിട്ട് എഴുതാനും ചോദിക്കാം. അതുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എല്ലാവരും മനസ്സിലാക്കി വെക്കേണ്ട ഒരു ഏരിയയാണ് മാക്രോ എക്കണോമിക് പോളിസീസ് എന്നുള്ളത്. ഓക്കെ, ബാക്കിയുള്ള ഏരിയ നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഒപ്പം പേജ് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, താങ്ക്